ഹായ് ഫ്രണ്ട്സ്, പടിഞ്ഞാറ്റിങ്കര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് എന്താണെന്ന് പലർക്കും അറിയാത്തൊരു കാര്യമാണ് കോപ്പിറൈറ്റ്. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടും ചെയ്യുക. കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള കോപ്പിറൈറ്റാണ് നമുക്ക് നമ്മുടെ വീഡിയോസിൽ കാണാൻ പറ്റുന്നത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാം, ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ക്ലൈമും വരാം. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് വരുന്നത്. നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഷോർട്സ് ആയാലും ചിലപ്പം ലോങ് വീഡിയോസ് ആയാലും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോസിൻ്റെ താഴായിട്ട് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞൊരു ഇത് വരുന്നത് നിങ്ങൾക്ക് കാണാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മ്യൂസിക്കൊക്കെ ഓണർഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പം അത് നമുക്ക് എടുക്കുമ്പോൾ നമ്മൾ അവരുടെ പെർമിഷൻ ഇല്ലാതെ എടുക്കുന്നതുകൊണ്ടാണ് നമുക്കത് കോപ്പിറൈറ്റായിട്ട് വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു കോപ്പിറൈറ്റ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 90 ദിവസം നിങ്ങൾക്കത് അവിടെ കിടക്കും. ആ 90 ദിവസത്തിനുള്ളിൽ നമ്മളത് കോപ്പിറൈറ്റിന് മാറ്റിയിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ടെർമിനേഷൻ ആയി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പിന്നെ കോപ്പിറൈറ്റ് ക്ലൈം എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ക്ലൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. കോപ്പിറൈറ്റ് ക്ലൈം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ ആവുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആവും. അപ്പം എങ്ങനെയാണ് ഈ കോപ്പിറൈറ്റ് വരുന്നത്? അതായത് നമ്മൾ കോപ്പിറൈറ്റ് വരുന്ന മ്യൂസിക്കുകളോ അങ്ങനെ എന്തെങ്കിലും കണ്ടൻറ്റുകളോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിൽ കോപ്പിറൈറ്റ് വരുന്നത് കാണാം. അപ്പം അത് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. കോപ്പിറൈറ്റ് വന്ന് പലരും അത് ശ്രദ്ധയിൽ നോക്കാതെ വീണ്ടും വീഡിയോസ് ചെയ്യുന്നവരുണ്ട്. പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ ചാനൽ ടെർമിനേഷനായി പോകും. 90 ദിവസം അവർ നോക്കും നിങ്ങൾ കോപ്പിറൈറ്റിൻ്റെ അത് മാറ്റുന്നുണ്ടോ. നിങ്ങൾക്ക് ചിലപ്പം യൂട്യൂബ് സ്റ്റുഡിയോയിൽ അതിന് വാണിംഗ് വന്നതാണ്, നിങ്ങൾ ചിലപ്പോൾ അത് ശ്രദ്ധിക്കത്തുമില്ല. അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. അങ്ങനെ എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളത് ചെക്ക് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിനെ അത് ബാധിക്കും, നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോകും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് വീഡിയോസ് സോങ്സോ അങ്ങനെ എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ മ്യൂസിക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് വേണ്ടുന്ന മ്യൂസിക്കുകൾ അതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് ഷോർട്സുകൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. നന്ദി, നമസ്കാരം.